ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 4 മണി പലഹാരമായിട്ട്, അതായത് പഴംപൊരിയാണ്. ഇപ്പോൾ ഇടയ്ക്കൊക്കെ മുമ്പൊക്കെ വീട്ടിലുണ്ടാക്കലുണ്ട്, നമ്മളെ ഒരു വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ 3 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തന്നെയാണ്, അതാണ് പഴംപൊരിക്ക് നല്ലത്. പിന്നെ മൈദ, 3 പഴംപൊരിക്കുള്ള കണക്കിലുള്ളൊരു മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടിയും ചേർക്കും. പിന്നെ കുറച്ച് പഞ്ചസാര, ലേശം ഉപ്പ്, ഇത്രയാണ് ഇതിൽ ചേർക്കുന്നത്. അരിപ്പൊടി ചേർക്കുമ്പോൾ ആ കുഴച്ചിലുണ്ടാവില്ല. മൈദ മാത്രമാണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടായിരിക്കും, അപ്പോൾ നല്ല ശരിക്കും തന്നെ കിട്ടും. എന്നിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കലക്കി, അധികം വെള്ളത്തോടു കൂടി അല്ലാതെ തിക്കായിട്ട് നല്ല കട്ടിയോട് കൂടി തന്നെ കുഴച്ച് വയ്ക്കാം. പഴയതായാലും ഞാൻ കട്ട് ചെയ്യാണ്. ഇനി പഴം തോലൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കുകയാണ്. ഒരു പഴത്തിന് ആദ്യം നടു 2 കഷ്ണമാക്കി, പിന്നെ ഓരോ കഷ്ണത്തിന് നെടുക കീറുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 4 എണ്ണം കിട്ടി. പിന്നെ അത് ഒന്നുകൂടി ചെറുതായി കൊടുക്കാം. നെടുക നമുക്ക് വേണ്ടതിനനുസരിച്ച് കട്ടി ആക്കി കൊടുക്കാം. നെടുക കീറിയ ശേഷം പിന്നെ ഒന്നുകൂടി, കാരണം നല്ല വലിയ പഴമൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നുകൂടിയും കീറി കൊടുക്കാം. അപ്പോൾ ഒരു പഴത്തു നിന്ന് ഏകദേശം ഒരു 6-8 കഷ്ണം തന്നെ ഒരു പഴത്തു നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെ മുറിച്ചെടുക്കുകയാണ്. പഴംപൊരി നമ്മൾ വീട്ടിലേക്ക് ഉള്ള പഴംപൊരിയാണ്. അതൊക്കെ അധികം വലിപ്പമൊന്നുമില്ലാതെ ഒരു പഴം തന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ മറ്റേതൊന്നും ചേരുവകളൊന്നും ചേർക്കാതെ, അതായത് അപ്പക്കാരൊന്നും ചേർക്കാതെയാണ്. അപ്പോൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടില്ലല്ലേ നമ്മൾ സാധാരണ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് കഷ്ണമാക്കി വെച്ചത്. ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ പാരുക. അപ്പോൾ നമ്മളെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഈ പഴം നല്ലോണം 2 സൈഡിലും മാവ് പിടിക്കുന്ന രീതിയിൽ മുക്കിയെടുക്കുക, നല്ല പോലെ തന്നെ. എന്നിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല പോലെ 2 സൈഡും ഇളക്കി കൊടുത്ത് നല്ലോണം മുരിച്ചെടുക്കണം. ഏകദേശം ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ, ചുവന്ന കളറാവുന്നതോടുകൂടി നമുക്ക് കോരിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. മാത്രമല്ല, നമ്മൾ പഴയ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് മുകളിൽ കാർഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി കാണാം. പോരാത്തിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. വേണ്ട, നല്ല ഈ ഒരു രീതിയിലാണ് വരിക. ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ചട്ടിയിൽ ഇടാനൊക്കെ സൗകര്യമാണ്. വലിയ ഒറ്റ രീതിയിൽ തന്നെ നേരെ നെടുക കയറി കഴിഞ്ഞാൽ അത് ചട്ടിയിൽ ധാരാളം എണ്ണ വേണം. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ചെറുതാക്കുമ്പോൾ വീട്ടിൽ തന്നെയാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടത്തിനുള്ള ആകൃതിയിലാക്കാമല്ലോ, നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പം മതി. കൂട്ടത്തിൽ ചെറിയൊരു കഷ്ണം ഇതേമാതിരി മുറിച്ചിട്ടുണ്ട്.
ഈ വീട്ടിലുണ്ടാക്കുന്ന ഈ പഴംപൊരിക്ക് വെച്ചാൽ ആ വെളിച്ചെണ്ണയിലായതുകൊണ്ടുള്ള ആ വെളിച്ചെണ്ണേൻ്റെ സ്വാദ്, അതും പിന്നെ മറ്റ് കൃത്രിമമായിട്ടുള്ള മറ്റ് ചേരുവകളോ കാര്യങ്ങളോ ഒന്നുമില്ല, കളറൊന്നും ചേർക്കണില്ല. അപ്പോൾ നല്ല അത് കഴിക്കാൻ നല്ലൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. ഞങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അന്നൊക്കെ വീട്ടിൽ അത് മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു. അത് നല്ല ഒരു രുചി തന്നെയാണത്. അപ്പോൾ ഇനി പഴംപൊരി അമ്മയ്ക്കൊന്ന് കൊടുക്കാം. നല്ല സോഫ്റ്റാണ്, പിന്നെ അങ്ങനെ കുഴഞ്ഞു പോയിട്ടുമില്ല അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പഴംപൊരി ഒന്ന് കഴിച്ചോട്ടെ. നമ്മൾ വീട്ടിലുണ്ടാക്കിയല്ലേ. അതിപ്പോൾ ഇരുന്നിരിപ്പിൽ എത്രയും തിന്നാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് കൂടെ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.